ഇന്ന് വെക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ തോരനാണ്. പക്ഷെ എപ്പോഴും വെക്കുന്ന രീതിയല്ല, നമ്മൾ മുരിങ്ങയില ഇട്ടിട്ടാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിനാവശ്യമായ മുരിങ്ങയിലയൊക്കെ നമുക്കൊന്ന് നുള്ളി വെക്കാം. മുരിങ്ങയിലയ്ക്ക് ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ട് എനിക്ക് എപ്പോഴും. കാരണം ചെറുപ്പത്തിൽ ഞങ്ങൾ സ്കൂൾ വിട്ട് ഓടി വരുമ്പോൾ വിശന്നിട്ടായിരിക്കും ഓടി വരിക. അപ്പോൾ ആ സമയത്ത് അമ്മ വീട്ടിലൊരു മുരിങ്ങയിലക്കറി ഉണ്ടാക്കും. അത് കഴിച്ചാൽ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. പക്ഷെ പിന്നീട് എപ്പോഴും വെച്ചിട്ടൊക്കെ ഒന്നും ആ ചെറുപ്പത്തിന്റെ ടേസ്റ്റോ സന്തോഷമോ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. ചിലപ്പോൾ ആ വിശപ്പ് കൊണ്ടായിരിക്കാം നമുക്ക് അത്രയും ഒരു ടേസ്റ്റി ആയിട്ട് തോന്നുന്നു. പിന്നെ അമ്മയുടെ കൈ കൊണ്ട് വാരിത്തരും. ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഭയങ്കര ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് ആ സമയത്ത് തോന്നിയിരുന്നത്. ഇപ്പൊ നമ്മൾ തന്നെത്താനാണല്ലോ കഴിക്കുന്നത്. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയാണ്. അപ്പൊ അതൊക്കെ ഞാനൊന്ന് പൊളിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ആ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് വെളുത്തുള്ളി അരിയണ്ട, വെളുത്തുള്ളി അതേപോലെ തന്നെ മാറ്റി വെച്ചാൽ മതി. അതേപോലെ കുറച്ച് ചുവന്നുള്ളിയും കൂടെ നമുക്ക് മാറ്റി വെക്കണം. അരപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അരപ്പിന് വേണ്ടിയിട്ടുള്ള തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, ആവശ്യമായ പച്ചമുളകും കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ജീരകവും കൂടെ ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് ചതച്ച് മാറ്റി വെക്കണം. ഇനി നമുക്ക് പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കടുക് ഇട്ടുന്ന പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചേക്കുന്ന ചുവന്നുള്ളി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ആ 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ ഉള്ളിയൊക്കെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചെമ്മീനാണ് ചേർക്കേണ്ടത്. ചെമ്മീനും കൂടെ ചേർത്തതിന് ശേഷം ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 15 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പൊ ചെമ്മീനകത്തുനിന്ന് വെള്ളം ഇറങ്ങും. വേറെ വെള്ളം ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ മുരിങ്ങയിലയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പൊ മുരിങ്ങയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അതാണ് ഇനി അടുത്ത് ചേർക്കാൻ പോകുന്നത്. അരപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അരപ്പിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. കൂടെ എന്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.